അതുവരെ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് നക്സലൈറ്റുകളെ വല്ലാതെ നിഷ്കാസനം ചെയ്തെന്ന് അഭിമാനിച്ചിരുന്ന സിദ്ധാർത്ഥ ശങ്കർ റേ ഉണ്ടായിരുന്ന കാലത്ത് ബംഗാളിൽ ക്ഷാമമായിരുന്നു. അത് ശങ്കർ റേയുടെ കുഴപ്പം കൊണ്ട് മാത്രമായിരുന്നില്ല, കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് 77 കാലഘട്ടത്തിൽ ബംഗാളിൽ ക്ഷാമമായിരുന്നു. അപ്പോഴാണ് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജകുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, അവിടെ രാജകുടുംബം പോലുള്ള ഒരു മനുഷ്യൻ അവിടെ രംഗപ്രവേശം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജ്യോതി കിരൺ ബസു. അദ്ദേഹത്തിന് രാഷ്ട്രീയമായ ഒരു കുടുംബ പശ്ചാത്തലമില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഡോക്ടറായിരുന്നു. അവിടെ നിന്നാണ് ജ്യോതി ബസു രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. എന്നാൽ രാഷ്ട്രീയം വരുന്നതിന് മുമ്പ് അദ്ദേഹം സെന്റ് സേവിയേഴ്സ് കോളേജിൽ പഠിച്ചിരുന്നു. അതിനുശേഷം ഇംഗ്ലണ്ടിൽ പോയി ബാരിസ്റ്റർ ലാ എടുത്തു. ഇംഗ്ലണ്ടിൽ പോയി വളരെ വലിയ ഡിഗ്രികൾ എടുത്തിട്ട് വന്നു. അങ്ങനെ ജ്യോതി ബസു തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ജാതി വളരെ പ്രധാനപ്പെട്ട ജാതിയാണ്. അദ്ദേഹത്തിന് അവിടെ നമ്മുടെ ഇവിടെ ബ്രാഹ്മിൺസ് എന്നൊക്കെ പറയുമ്പോൾ നമ്പൂതിരി, അതായത് നമ്മുടെ EMS ഒക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതുപോലെ ഒരു നമ്പൂതിരി ഇറങ്ങി കമ്മ്യൂണിസം പറയുന്നത് പോലെ അവിടെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജ്യോതി ബസു അവിടെ ഇറങ്ങി